മലയാളം ക്രിക്കറ്റ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. WPL-ന്റെ 4ാം മത്സരത്തിൽ ഇന്ന് ഗുജറാത്ത് ജയൻസ് ഡൽഹി ക്യാപിറ്റൽ തമ്മിലുള്ള പോരാട്ടമായിരുന്നു കഴിഞ്ഞത്. വളരെ അതിമനോഹരമായി ഒരു 2020 ക്രിക്കറ്റിന്റെ എല്ലാ വശ്യ മനോഹരിതയും സമ്മേളിച്ച ഒരു കളിയായിരുന്നു ഇന്നത്തെ. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ജയൻസ് സോഫി ഡിയാന്റെ തീപ്പാറുന്ന ബാറ്റിങ്ങിന് മുമ്പിൽ 210 റൺസ് 209 റൺസ്. ബാറ്റിങ്ങിനെ അപേക്ഷിച്ച് ഡൽഹി ഏറ്റവും അധികം പിറകോട്ടടിക്കുന്ന ഒരു കാര്യം ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ്. മികച്ചൊരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തത് വളരെയധികം ഡൽഹി ആറ്റുന്ന പ്രശ്നമായി തോന്നുന്നുണ്ട്. എങ്കിലും ഒരു അരങ്ങേറ്റക്കാരിയുടെ 2ാം മത്സരത്തിൽ നന്ദാനി ശർമ്മ 20ാം ഓവർ ഹാട്രിക് അടക്കം 20ാം ഓവറിൽ 4 വിക്കറ്റും അതിന് മുമ്പ് 1 വിക്കറ്റും 5 വിക്കറ്റ് ഈ മത്സരത്തിൽ അതിനുണ്ടായി. ശക്തമായൊരു വരവറിയിച്ച മത്സരം തന്നെയായിരുന്നു നന്ദാനി ശർമ്മയുടെ. പക്ഷേ ജമീമയുടെ ക്യാപ്റ്റൻസ് അതും തിരക്കടില്ല എന്ന് പറയാം. പക്ഷേ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പേ വരാച്ച അത്ര വരാം. പക്ഷേ ഇവിടുത്തെ പിച്ച് നോക്കുമ്പോൾ ബാറ്റിംഗിന് അനുകൂല പിച്ചാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. 2 മത്സരത്തിലും കൂടി 400 ചില്ലാൻ റൺസാണ് ഇവിടെ വന്നത്. മറുപടി ബാറ്റിംഗ് 205 റൺസിലേക്ക് എത്താൻ ഡൽഹിക്കും പറ്റിയിട്ടുണ്ട്. 4 റൺസിന്റെ തോൽവിയാണ് ഏറ്റുവാങ്ങുന്നത്. ഇഞ്ചോടിഞ്ചി പോരാടിയ മത്സരം കൂടിയായിരുന്നു. 2 വശത്തും അടികൾ കഴിഞ്ഞു. അപ്പുറത്ത് ആഷ് ഗാർഡർ 49 റൺസ് ഒരു കൺസിസ്റ്റന്റിയുടെ പര്യായമായി ഇന്നും മത്സരത്തിലുണ്ടായിരുന്നു. സോഫി ഡിവൈൻ 93 റൺസ്. ഇവർ രണ്ടുപേരുടെ കരുത്തിൽ തന്നെയാണ് 209 എന്ന റൺസിലേക്ക് അവർ എത്തി. മറുപടി ബാറ്റിംഗിലും ലിസൽ ഫയർ തന്നെയായിരുന്നു. 84 റൺസ് ലിസൽ അടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ലോറ വാൾഫോർഡ് കരുത്തുറ്റ ബാറ്റിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. അവസാന ഓവർ വരെയും പ്രതീക്ഷ ഡൽഹിക്കുണ്ടായിരുന്നു. ലോറ വാൾഫോർഡും ജമീമ റോഡ്രിഗസും ക്രീസിൽ ഉള്ളിടത്തോളം കാലം ഡൽഹിക്ക് വിജയം അനായാസമായിരുന്നു. പക്ഷേ ജമീമയും അടുത്ത പന്തിൽ ലോറ വാൾഫോർഡും പോയതോടെ മത്സരം ഗുജറാത്ത് ജയൻസിന്റെ കയ്യിലേക്ക് എത്തി. അബ്സല്യൂട്ട്ലി ഇന്നത്തെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സോഫി ഡിവൈൻ ഷോ. 2 വിക്കറ്റും എടുത്ത് 93 റൺസും എടുത്തു. ഇന്നത്തെ മത്സരത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞ സോഫി ഡിവൈൻ എന്ന് പറയുന്നത് അവരാണ് മത്സരം അങ്ങോട്ട് കൊണ്ടുപോയത്. അവസാനത്തെ ഒരു ഓവറിൽ 20 ചില്ലാൻ റൺസുള്ളതിൽ നിന്നാണ് 4 റൺസിന്റെ തോൽവിയിലേക്ക് ഏറ്റുവാങ്ങിയത്. ആ ഒരു ഓവർ തന്നെ 2 വിക്കറ്റും പോയി. എങ്കിലും മത്സരം വളരെയധികം ആവേശം നിറഞ്ഞതാണ്. അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമെന്ന് ഡൽഹി ക്യാപ്റ്റൻ പറഞ്ഞിരുന്നു. ഇനി നാളത്തെ ഒരു മത്സരമായി നമുക്ക് വീണ്ടും കാണാം. എങ്കിലും എടുത്തു പറയാനുള്ള ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചല്ല, നന്ദാനി ശർമ്മയുടെ അരങ്ങേറ്റക്കാരിയുടെ ബോളിംഗ് അതുപോലാത്തൊരു ബോളിംഗ് തന്നെയായിരുന്നു. അടുത്ത മത്സരമായി അടുത്ത